ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന് തയ്യാറോ? ഇപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സിന്ധു നദിയിലെ ജലകരാറിനെ ചൊല്ലിയുള്ള തർക്കമാണ് യുദ്ധം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യ നദീജലം തടയുകയോ തിരിച്ചുവിടുകയോ ചെയ്താൽ സൈനികമായിട്ട് തിരിച്ചടിക്കുമെന്നും യുദ്ധം കൊൽക്കത്ത പോലുള്ള ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ നീളുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറിയൊരു സൈനിക സംഘർഷമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പാക് ഒരു യുദ്ധ പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നത്. എന്നാൽ ഇന്ത്യയും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചതും ജമ്മു കാശ്മീരിലെ പുതിയ അണക്കെട്ട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും പാകിസ്ഥാനെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം പൂർണ്ണമായിട്ടും നിർത്തലാക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ അതിന് കടുത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണ് എന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിന് ശേഷം നിലവിൽ അതിർത്തിയിൽ വെടിനിർത്തൽ തുടരുന്നുണ്ട് എങ്കിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സാഹചര്യവും ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യവും പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകൾക്ക് ഇന്ത്യ അതിശക്തമായിട്ടുള്ള സൈനിക മറുപടി നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാകും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്ക് ഇന്ത്യ നയതന്ത്ര ചർച്ചകളല്ല, മറിച്ച് ശക്തമായിട്ടുള്ള സൈനിക തിരിച്ചടിയാണ് ഇന്ത്യയുടെ മറുപടി എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടത്. എന്തായാലും പാകിസ്ഥാന് എട്ടിന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഇറാൻ അമേരിക്ക യുദ്ധത്തിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഇരട്ടത്താപ്പ് ഇപ്പോൾ വിനയായിരിക്കുകയാണ്. യുദ്ധം ഉണ്ടാകില്ലെന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വെടിനിർത്തൽ ഉറപ്പാക്കുമെന്നും പാകിസ്ഥാൻ ഇറാൻ ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് വിശ്വസിച്ച് ഇറാന് പിന്നീട് വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഇറാൻ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയിൽ വ്യക്തമാകുന്നത്. യുദ്ധം ഉണ്ടാകില്ല എന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വെടിനിർത്തൽ ഉറപ്പാക്കുമെന്നും പറഞ്ഞ പാകിസ്ഥാൻ ഇറാൻ ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഈ ഇറാനിലേക്ക് നടന്നത്. എന്നാൽ ഇത് വിശ്വസിച്ച ഇറാന് പിന്നീട് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് ജനറൽമാരുമായിട്ട് നടത്തിയ ചർച്ചകളിൽ ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ തങ്ങളുടെ പക്കലുള്ള ആണവായുധം ഉപയോഗിച്ച് സംരക്ഷിക്കുമെന്ന കടുത്ത ഉറപ്പ് ചില പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സമ്മർദ്ദത്തിന് പിന്നാലെ തങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ തൊട്ടടുത്ത ദിവസം തന്നെ പ്രസ്താവന തിരുത്തി കൈമലർത്തിയിരുന്നു. തങ്ങളുടെ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനും പണം കണ്ടെത്താനും വേണ്ടി പാകിസ്ഥാൻ എക്കാലത്തും സൗഹൃദ രാജ്യങ്ങളെ ചതിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഇതോടെ പാകിസ്ഥാന് എതിരെ ശക്തമായിട്ട് തുടരുകയാണ്. മുൻപ് അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ വാങ്ങി ഒപ്പം ഒസാമ ബിൻ ലാദന് ഒളിത്താവളം ഒരുക്കിയ പാകിസ്ഥാന്റെ പഴയ ചരിത്രവും ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്.